എന്താണ് വ്യക്തമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മാനിഫെസ്റ്റോ ഇന്നലെ അവരെ പുറത്തിറക്കി. ഈ മാനിഫെസ്റ്റോക്ക് അപ്പുറത്ത് അതിന് ഒരു പ്രാധാന്യവും കൽപ്പിക്കേണ്ടതായിട്ടില്ല. 5 കൊല്ലം മുമ്പ് അവർ ഇറക്കിയ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞ 2500 രൂപ പെൻഷൻ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ 5 കൊല്ലം അവർ ഭരിച്ചിട്ടും ഇന്നലെ പറയുമ്പോൾ എന്താണ് 2000 രൂപ. അപ്പോൾ 5 വർഷം മുമ്പ് പറഞ്ഞ മാനിഫെസ്റ്റോ പോലും നടപ്പിലാക്കാത്തവർ ഇപ്പം ഈ ബഡ്ജറ്റിലൂടെ ഒരു മാനിഫെസ്റ്റോ കൂടി പുറത്തിറക്കി. അതിനപ്പുറം പ്രാധാന്യം എന്താണുള്ളത്? ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നുള്ള ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സർക്കാർ അതിൻ്റെ ഫോർമാലിറ്റീസെങ്കിലും തീർത്തിട്ട് വേണമായിരുന്നു പ്രഖ്യാപിക്കാൻ. ഇതൊരു പ്രഖ്യാപനം കൊണ്ട് മാത്രം ശമ്പള പരിഷ്കരണം നടക്കുമോ? അടുത്ത സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെ ഒരു ടിക്കറ്റ് എടുത്താൽ ജനം അത് കേട്ടിട്ട് ഇവർക്ക് ലോട്ടറി എടുക്കാൻ അനുവദിക്കുമെന്ന് വിചാരിക്കുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് അതിനകത്തൊന്നും കാര്യമില്ല. ഇത് വെറും പൊള്ളയായിട്ടുള്ള ബഡ്ജറ്റായിരുന്നു. അവർക്ക് പറയാനുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാനുള്ള ഒരു മാനിഫെസ്റ്റോ റിലീസ് ചെയ്തു എന്ന് അപ്പുറം ഒന്നുമില്ല ഇതിനകത്ത്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പൂർത്തിയാക്കിയ ശേഷമാണ് അടുത്ത പ്രഖ്യാപനങ്ങൾ നടത്തിയതെന്നാണ് ധനമന്ത്രിയും ഇടതുപക്ഷവും പറയുന്നത്. ഉദാഹരണം അങ്ങനെയല്ല. ക്ഷേമ പെൻഷൻ 2500 പറഞ്ഞത് മാനിഫെസ്റ്റോയിൽ. അത് നടപ്പിലാക്കില്ല. പിന്നെ ഞാൻ MC റോഡ് 4 വരി പാതയാക്കും. ഇത് 4 വർഷം മുമ്പുള്ളത് ഇതുപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ. 4 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച അതേ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിക്കുന്നതാണ് പറയുന്നത്. അതിന്റെ 4 കൊല്ലമായിട്ട് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ലേ സർക്കാരിന്? അപ്പോൾ പഴയ പ്രഖ്യാപനം, പിന്നെ ഒരു സർക്കാരാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നടത്താതിരിക്കുമോ? കുറെ കാര്യങ്ങൾ നടക്കും. അത് സ്വാഭാവികമല്ല, അതെല്ലാ സർക്കാരും നടത്തൂലേ? അതിനപ്പുറം ഈ കാര്യത്തിൽ ഒരു പുതുമയില്ല എന്നുള്ളതാണ് ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി കേസി, അതായത് ഈ പ്രതിപക്ഷം പലതരത്തിലുള്ള വിമർശനം ഉന്നയിക്കുമെങ്കിലും ഈ സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു നടപടിയും പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നില്ല. ആ ഭാഗം എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടുകളയുന്നത്? അത് തെറ്റായിട്ട് തോന്നുന്ന കാര്യം. ധനമന്ത്രി ചോദിക്കുന്ന കാര്യം താങ്കൾ ധനമന്ത്രിയോട് തന്നെ ചോദിക്കുക. കേന്ദ്രത്തിൽ മോഡിക്കെതിരെ പോരാടുന്ന രാഷ്ട്രീയ പാർട്ടി, കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട മുന്നണികളാണ്. ഒരു വിട്ടുവീഴ്ചയിൽ ഇപ്പം ഇന്നലെ തന്നെ അവരുടെ ഇക്കണോമിക് സർവേയിൽ അവർ ചെയ്തിരിക്കുന്നത് എന്താണ്? ജനങ്ങൾക്ക് കൊടുത്ത അവകാശങ്ങളെ മുഴുവൻ തിരിച്ചെടുക്കുകയാണ്. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യാനുള്ളത് ജനങ്ങളുടെ അവകാശമാക്കിയത് UPA ഗവൺമെന്റാണ്. പാവപ്പെട്ട ഒരു തൊഴിലാളിക്ക് എനിക്കൊരു ജോലി വേണമെന്ന് ആവശ്യം ഉന്നയിച്ചാൽ ആ ജോലി കൊടുക്കേണ്ട ബാധ്യത കൊടുക്കുന്ന തൊഴിൽ അവകാശമാക്കിയതുമാണ്. ഇപ്പം ഇന്നലത്തെ എന്താ പറയുന്നത്? ഇക്കണോമിക്സ് സർവേയിൽ പറയുന്നത് എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷനും കൂടെ പിൻവലിക്കണം. വിവരം അറിയാനുള്ള അവകാശം ജനങ്ങൾക്ക് കൊടുത്തത് മഹാപരാധമായി പോയി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അതാണ്. ജനങ്ങൾക്ക് വിവരം അറിയാനുള്ള അവകാശം കൊടുത്തതാണ് എന്താണ് ഇക്കണോമിക് സർവേ പറഞ്ഞിരിക്കുന്നത്. ഇതിനെയൊക്കെ സത്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിക്കുന്ന, ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ കവർന്നെടുക്കുന്ന മോഡി സർക്കാരിന്റെ നയമാണ്. അതിനെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ എതിർക്കും. എല്ലാത്തിനും ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുമെന്നുള്ളതിന് ഒരു വിശ്വാസം വേണ്ട. ഇതൊക്കെ തന്നെ ഒരു വല്ലാത്ത കളിയാണ് മോഡി കളിക്കുന്നത് എന്നുള്ളത് സത്യമാണ്.